നമസ്കാരം. കേരളം കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് കോൺഗ്രസിൽ. ചർച്ചകൾ മിക്കപ്പോഴും PR വർക്കിലേക്കും പോസ്റ്റർ ഫ്ലെക്സി യുദ്ധത്തിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. പോരാട്ടം കനക്കുമ്പോൾ PR വർക്കിൻ്റെയും സൈബർ പോരാളികളുടെയും പിൻബലത്തിൽ മുന്നിലാണ് VD സതീശനും KC വേണുഗോപാലും. ചർച്ചകളിൽ ഒപ്പമെത്താൻ സതീശനും വേണുഗോപാലും കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പാർലമെൻ്ററി രംഗത്തെയും പാർട്ടി സംഘടനാ തലത്തിലുള്ള പരിചയവും ഉയർത്തിക്കാട്ടിയാണ് ചെന്നിത്തല രംഗത്തുള്ളത്. VD സതീശനു വേണ്ടി മുസ്ലിം ലീഗ് നിലപാട് എടുക്കുമ്പോൾ KC വേണുഗോപാൽ എന്ന അഖിലേന്ത്യാ നേതാവിനെ മെരുക്കാനാകുമോ എന്ന് ഉറ്റുനോക്കിയാണ് രാഷ്ട്രീയ കേരളം. കേരളം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ എന്താണ് അത് മാനദണ്ഡമാക്കുന്നത്? വെറും PR വർക്ക് മാത്രമാണോ, അതോ ഒരു ഇമേജ് ക്രിയേഷൻ മാത്രമാണോ എന്നുള്ളത് ഒരു സജീവമായിട്ടുള്ള ഒരു ചർച്ച പൊതുസമൂഹത്തിനിടയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു CPM രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഷാനോസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? CPM രാഷ്ട്രീയം ഷാലിനറിയാമല്ലോ, എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോയാണ്. അവിടെ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേരില്ല. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു CPMൻ്റെ രാഷ്ട്രീയം നോക്കുന്ന അതേ കണ്ണിൽ കൂടെ തന്നെ നോക്കാൻ ശ്രമിച്ചാൽ കുറച്ച് സങ്കീർണമാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും VD സതീശനാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് എന്നൊരു ബോധ്യത്തിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ്, അതായത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുന്നതോടുകൂടി അല്ലെങ്കിൽ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി ഒന്നാം നമ്പർ പദവിയിലേക്ക് KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളുടെ എൻട്രി ഉണ്ടാകുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരുടെ, അല്ലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു പിക്ചർ. അപ്പം എന്താ, സതീശൻ, VD സതീശൻ എന്ന് പറയുന്ന ആൾ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പം ഞാനിതൊന്നുമല്ല ശ്രദ്ധിച്ചൊരു കാര്യം. ഇതിനകത്ത് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ പരാമർശിക്കാതെ പോവുകയും പിന്നീട് എന്താ സോഷ്യൽ മീഡിയ ചർച്ചയാവുകയും ചെയ്ത ജനനായകൻ പാട്ടും ഒക്കെ അങ്ങനെ പല കാര്യങ്ങൾ വന്നു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നൊരു വ്യക്തിയെ ഇവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു വ്യക്തിപരമായി. എന്തുകൊണ്ട് അങ്ങനെ രമേശ് ചെന്നിത്തല സൈഡ് ലൈൻ ചെയ്യപ്പെടും എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. കാരണം K കരുണാകരന് ശേഷം I ഗ്രൂപ്പിൻ്റെ നെടുനായകത്വം വഹിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ താഴെ വരുന്ന, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയുടെ താഴെ ഉണ്ടായിരുന്ന ആളുകളാണ് KC വേണുഗോപാലും പിന്നെ VD സതീശനും ഒക്കെ. അത് മാത്രമല്ല, കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയിലാണ് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണരാഷ്ട്രീയം അവസാനിക്കുന്നത്. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ, നമ്മളിത് ഈ പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു ചർച്ചയാണ്. കാരണം ജയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയുള്ളൂ. UDF ജയിച്ചാൽ ഉമ്മൻചാണ്ടി കാലഘട്ടത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് എനിക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഉത്തരം രമേശ് ചെന്നിത്തല എന്നാണ്. വേറെ ഒരു പേരിൻ്റെ വായിൽ വരത്തില്ല. കാരണം VD സതീശൻ എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളാണ്. ആ സമയത്ത് ചില ഉപതെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ചേലക്കരയിൽ ഈ പറയുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ല, VD സതീശൻ മാത്രമാണ് ഒരു കിങ് മേക്കർ എന്ന് പറയുന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനല്ല. തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷം ക്യാപ്റ്റൻ പദവി സംബന്ധിച്ച പല ചർച്ചകളും കോൺഗ്രസിൽ ഉണ്ടായി. അതെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പേരിനെ ഫോക്കസ് ചെയ്യാതെ VD സതീശൻ, KC വേണുഗോപാൽ എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങളിലേക്ക് മാത്രം ഈ ചർച്ച മാധ്യമങ്ങൾ ചുരുക്കുന്നത്? ഏഷ്യാനെറ്റ്, മീഡിയ വൺ, മനോരമ, അങ്ങനെ തുടങ്ങി പലപ്പോഴും ഈ രമേശ് ചെന്നിത്തലയുടെ പേര് പറയാൻ മടിക്കുന്നതായിട്ടോ, അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ അണികൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ CPM രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ പിണറായി വിജയൻ്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ അടിയുറച്ച് പാർട്ടി അണികൾ നിന്നതുപോലെ ഇപ്പോഴും നിൽക്കുന്ന ഒരു വിഭാഗമാണ് രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സിലാക്കലാണ്, തെറ്റാകാം ശരിയാകാം. പക്ഷേ ഞാൻ എൻ്റെ രാഷ്ട്രീയ കണ്ണിൽ കൂടെ കാണുന്ന കാഴ്ച, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള മനുഷ്യർ അയാൾക്കൊപ്പം കൃത്യമായി നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കാര്യം പറയാം. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു കാരണമാണ് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ KC വേണുഗോപാൽ കേരളത്തിൽ ഒന്നാം നമ്പർ കോൺഗ്രസ് നേതാവായിരുന്നോ? അല്ല എന്നാണ് എൻ്റെ ഉത്തരം. പക്ഷേ VD സതീശൻ നമുക്ക് പറയാൻ കഴിയും. കാരണം VD സതീശൻ ഓപ്പോസിഷൻ ലീഡറാണ്, ആ നിലയ്ക്ക് മാത്രം. പക്ഷേ 2016 മുതൽ 2021 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓപ്പോസിഷൻ ലീഡറായിരുന്ന
ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള പ്രചാരണം വരുന്നില്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്നൊരു കാഴ്ചയാണ്. അതെങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. അതും ഞാൻ മനസ്സിലാക്കുന്നത് ബോധപൂർവമായി തന്നെ രമേശ് ചെന്നിത്തല ഒഴിവാക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എൻ്റെ ഫീലിംഗാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ആളല്ല രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ നീണ്ടൊരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയായിട്ടിരുന്ന KSUവിൻ്റെ അല്ലെങ്കിൽ NSUവിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്ന ഒരാൾ അയാളുടെ പ്രായം, അയാളുടെ സീനിയോറിറ്റി, മറ്റ് പല കാര്യങ്ങൾ പരിഗണിച്ചാലും കേരളത്തിൽ ഇന്ന് കോൺഗ്രസിന് അധികാരത്തിൽ മെയ് 4 അധികാരത്തിൽ വരാനും കഴിയുന്നൊരു സാഹചര്യം UDFിനുണ്ടായാൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട 1-ാം നമ്പർ പേരുകാരനായി എനിക്ക് ഉയർത്തി കാണിക്കാനുള്ളത് രമേശ് ചെന്നിത്തലയായിരിക്കും. 2-ാം സ്ഥാനക്കാരനായിട്ട് VD സതീശനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം അച്ചട്ടായിട്ട് പറയുന്നു, ഇതൊരു ഒന്നിലും KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തേയില്ല. അതിനുള്ള കാരണങ്ങൾ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഒന്ന്, രാജസ്ഥാനിൽ ഏതാണ്ട് 1.5 വർഷം ബാക്കി നിൽക്കുകയാണ്. ഇത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഞാൻ ഷാലിനെ ട്രോളുന്നതായിട്ടോ അല്ല കോൺഗ്രസ് പാർട്ടിയെ ട്രോളുന്നതായിട്ടോ വിചാരിക്കരുത്. അതായത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്താണ് ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ CPM ഉപയോഗിക്കുന്ന നവ ഫാസിസ്റ്റ് ശൈലിയിലുള്ള ഒരു സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തന പദ്ധതി തന്നെ. അതിനുവേണ്ടി 1.5 വർഷം ഉണ്ടായിരുന്ന ഈ രാജസ്ഥാനിൽ നിന്നുള്ള സീറ്റ് കളഞ്ഞിട്ടാണ് ആലപ്പുഴ വന്ന് മത്സരിക്കുന്നത്. ഓക്കെ, മത്സരിച്ചല്ലോ, ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അതിനുശേഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് അന്ന് ശരി, ഞാൻ കേരളത്തിൽ നിന്ന് കുറച്ചു കാലം പിണറായി വിജയനെതിരെ അല്ല CPMനെതിരെ യുദ്ധം ചെയ്യാം എന്ന് KC വേണുഗോപാൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിൻ്റെ അണികൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റായ രാഷ്ട്രീയ പാതയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് രാജസ്ഥാനിൽ 1.5 വർഷം പോയി. ഇപ്പം ഇവിടെ എത്ര നാളായി? 1.5 വർഷമാവുന്നേ ഉള്ളൂ. അതിനുശേഷം വരുന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക, പിന്നെ എവിടെങ്കിലും പോയി മത്സരിക്കുക, വീണ്ടും 2 തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കണം. ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരു കോൺഗ്രസിന്റെ ആള് രാജിവെക്കണം, അല്ലെങ്കിൽ ലീഗിന്റെ ഒരാൾ രാജിവെക്കണം. പണ്ട് ആന്റണിക്ക് വേണ്ടി രാജിവെച്ചു കൊടുത്ത എന്ന് പറയുന്ന പോലെ ആരെങ്കിലും രാജിവെച്ചു കൊടുത്താൽ അവിടെ മത്സരം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ചുരുക്കിക്കൊണ്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടം, നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എവിടെ കൊണ്ട് കളഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അവിടെയാണ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും പ്രസക്തി. അവിടെ തന്നെ VD സതീശനേക്കാൾ ഭരണപരിചയമുള്ള, സംഘടനാ കാര്യങ്ങളിലാണെങ്കിലും ഭരണരംഗത്താണെങ്കിലും മികവും കഴിവും തെളിച്ച ആളെന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന, വളരെ ഈസിയായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന, ഇതുപോലെ കടുകട്ടി തിയറിയൊന്നുമല്ല, ഈസിയായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. ഷാനോസ് പറഞ്ഞതിനൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, വളരെ സംഘടനാപാഠവും നേതൃശേഷിയുള്ള ഒരു പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല. രാജീവ് ഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ച, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി മുതലുള്ള നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച പരിചയം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഈ പരിചയസമ്പന്നത ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് എത്രത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ മന്ത്രി പദവി അലങ്കരിച്ച ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. കരുണാകരൻ മന്ത്രി പദവി ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചു നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ സംഘടനാ നേതൃത്വം കണ്ടിട്ട് അതിൽ ആകർഷണമായിട്ടാണ് കരുണാകരൻ മന്ത്രി പദവി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് ആ മന്ത്രി പദവി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു സുവർണ്ണ കാലഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതായത് KPCC തലം തൊട്ട് ബൂത്ത് തലം വരെ കോൺഗ്രസ് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. വളരെ ഭംഗിയായിട്ട്, യാതൊരു പരിഭവമോ പിണക്കമോ ഒന്നുമില്ലാതെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. കോൺഗ്രസ് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് പിന്നെ താക്കോൽ പദവി അങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു.
അതിനുശേഷം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മികച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. നിസ്സംശയം പറയാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഓപ്പറേഷൻ കുബേര, അതായത് നിരവധി പാവങ്ങളെ വേട്ടയാടിയിരുന്ന ബ്ലേഡ് മാഫിയകളെക്ക് തടയിടാനായിട്ട് ഓപ്പറേഷൻ കുബേരയിലൂടെ സാധിച്ചു. നമ്മൾ അന്നത്തെ കാലത്ത് ഈ ലോൺ ആപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പാവങ്ങൾ പോയി ആശ്രയിക്കുന്ന ഇതുപോലുള്ള ബ്ലേഡ് ആൾക്കാരെയാണ് പോയി ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ തടയിടാനായിട്ട് ഈ ഓപ്പറേഷൻ കുബേരയിലൂടെ സാധിച്ചു. അത് ഒരു എടുത്തു പറയേണ്ട ഒരു സംഗതികളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് താഴെ തലത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ അവിടെ ഒരു രണ്ട് പ്രാദേശിക നേതാക്കളുടെ പേര് നോട്ടീസ് നോക്കാതെ പേര് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ആ ഗുണം ആദ്യം നമ്മൾ കാണുന്നത് കെ കരുണാകരനിലാണ്, അതിനുശേഷം നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടിയിലാണ്. അത് ഇപ്പോൾ ആർക്കാണ് ആ കഴിവ് ലഭിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ ആ കഴിവുള്ളൂ. താഴെ തട്ടിൽ അത്രമാത്രം ബന്ധമാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ പൊതുരംഗത്തിൽ ഉള്ളത്. അങ്ങനെ മേലെ തട്ട് മുതൽ താഴെ ലെവൽ വരെയുള്ള ആൾക്കാരുമായിട്ട് ഒരേപോലെ തരത്തിലുള്ള സമ്പർക്കം പുലർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ സാമുദായിക നേതാക്കളുമായിട്ടുള്ള ബന്ധവും സഭകളുമായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഈ ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗുണകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നതയും നേതൃപാഠവുമാണ്. ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്രത്തോളം അത് ഗുണകരമാകും രമേശ് ചെന്നിത്തലയ്ക്ക്? രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണകരമാകുന്ന, എനിക്ക് തോന്നുന്നു അക്കമിട്ട് പറഞ്ഞാൽ ഒരു 10 കാര്യങ്ങളോളം ഷാലു പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നേതൃപാഠത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള പ്രാദേശിക ബൂത്ത് തലം തൊട്ട് പഞ്ചായത്ത് തലം തൊട്ട് മുകളിലേക്ക് വരുംതോറും ഉണ്ടാകുന്ന നേതാക്കന്മാർ, അറിയാവുന്ന പരിചിതമായ നേതാക്കന്മാരുടെ പേരുകൾ തുടങ്ങി, അങ്ങനെ അത് രമേശ് ചെന്നിത്തലയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രമേശ് ചെന്നിത്തലയുടെ കാലത്തെ കോൺഗ്രസിനെ അല്ല വി ഡി സതീശൻ ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയമായിട്ട്, അത് വേറെതരം കോൺഗ്രസിനെയായിരുന്നു. അതിനെയാണ് കെ സുധാകരൻ ഈ സെമി കേഡർ സംവിധാനമുള്ള പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചത്. സെമി കേഡറൊന്നും ആയിട്ടില്ല, അതൊരു കാൽ കേഡർ പോലും ആയിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ പറയുന്ന നേതാക്കന്മാരിൽ നിന്നൊക്കെ, ഇപ്പോൾ കെ സുധാകരനിൽ നിന്നോ അല്ലെങ്കിൽ വി ഡി സതീശനിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമുക്കിഷ്ടം തോന്നുന്നത്. അതായത് പേഴ്സണലി നമുക്കിഷ്ടം തോന്നുന്ന ഒരു നമുക്കിപ്പം CPM നേതാക്കന്മാരോടൊക്കെ നമുക്ക് ഇപ്പം പിണറായി വിജയൻ അല്ലെങ്കിൽ MV ഗോവിന്ദ മാഷ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീഡിയോകളൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആവേശം പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് ആവേശത്തോടെ സ്നേഹത്തോടെ പറയാൻ കഴിയുന്ന ഒരു പേരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. രമേശ് ചെന്നിത്തലയോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള ഒന്നുമില്ല. അപ്പോഴും രമേശ് ചെന്നിത്തലയോട് നമ്മൾ സൂക്ഷിക്കുന്നൊരു ഇഷ്ടമെന്ന് പറയുന്നത്, എനിക്കതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രളയം നമ്മളെ വീഴ്ത്തിക്കളഞ്ഞ 2018 19. എനിക്ക് 2018 ഫസ്റ്റ് പ്രളയത്തിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായത്. ആളുകൾ കൂടുതൽ മരിച്ചതും നാശനഷ്ടം ഉണ്ടായതും ഒക്കെ 2018 പ്രളയമാണ്. ആ കാലത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഒരുമിച്ച് ഹെലികോപ്റ്റർ സന്ദർശിക്കുന്ന ഒരു ചിത്രം, അത് എന്നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും 2 ബാഗുമായിട്ട്, എനിക്കൊന്നും പിണറായി വിജയൻ്റെ ഒരു ബാഗില്ലെന്ന് തോന്നുന്നു, രമേശ് ചെന്നിത്തലയുടെ ഒരു ബാഗുണ്ട്. രണ്ടുപേരും വെള്ളയൊക്കെ ഇട്ട്, എനിക്ക് ഹെലികോപ്റ്ററിന് അടുത്തേക്ക് പോകുന്നതാണോ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ എന്തായാലും ആ ചിത്രം ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു നേർചിത്രമാണ്. അതായത് എങ്ങനെയാണ് ഒരു ആപത് ഘട്ടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്ത് ഒരുമിച്ച് നിന്ന് ഒരു നാടിനെ കൈപിടിച്ച് ഉയർത്തേണ്ടെന്ന് കാണിക്കുന്ന അതിഗംഭീരമായ ദൃശ്യമാണ്. അതൊരിക്കലും മനസ്സിൽ നിന്ന് മായുന്നതല്ല. ആ ദൃശ്യം എൻ്റെ അതിനുശേഷം പിന്നെ ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ രമേശ് ചെന്നിത്തല പിന്നോട്ട് പോവുകയും ഈ സൈബർ സ്പേസിലുള്ള ആളുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പടം കേരളത്തിലെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. കാരണം നമ്മൾ ഈ സുവർണകാലത്തെ പടം അല്ലത്, ഏറ്റവും ആപത് കാലത്തെ പടമാണത്.
അതുകൊണ്ട് ആ ചിത്രത്തെ സംബന്ധിച്ച് ഞാൻ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് തിങ്കിങ് ആ പടം വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരാളെ എനിക്ക് VD സതീശനൊപ്പമോ അല്ല KC വേണുഗോപാലിനൊപ്പം എനിക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയത്തില്ല. അതെ. അപ്പം വ്യതിരിക്തമായ ഒരു 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 മനുഷ്യനായിട്ട് മാത്രമേ എനിക്ക് രമേശ് ചെന്നിത്തല, അപ്പോൾ ആ പൊളിറ്റീഷ്യൻ എന്നതിലുപരി ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്ന നിലയ്ക്കാണ് രമേശ് ചെന്നിത്തല എനിക്ക് ആ പടം കൊണ്ടും അതിനുശേഷവും ഒക്കെയുള്ള പല ഇടപെടൽ കൊണ്ടും എനിക്ക് രാഷ്ട്രീയമായി രമേശ് ചെന്നിത്തല CPM-നെതിരായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ ഇപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ കാലത്ത്, പിന്നീട് പല അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ ബ്രൂവറി അടക്കം പലതും കൊണ്ടുവന്നിട്ടുണ്ട്, പലതും ചീറ്റിപ്പോയിട്ടുണ്ട്, ചിലത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് മറ്റ് കോൺഗ്രസ്സിലെ മറ്റ് നേതാക്കന്മാരോട് തോന്നാത്തൊരിഷ്ടം രമേശ് ചെന്നിത്തലയോട് തോന്നുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊരു എന്തോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയോട് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനെന്നല്ല ഇപ്പം ഇടതുപക്ഷത്തുള്ളവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊരു ഒരു കണ്ണ് നനയുന്നൊരു സാധാരണ ഒരു സംഭവം കാണുമ്പോൾ, ഒരു സീൻ കാണുമ്പോൾ, ഒരു വായിക്കുമ്പോൾ കണ്ണ് നനയുന്നൊരു മനുഷ്യനാണെങ്കിൽ ആ പോസ്റ്റ് വായിച്ചു തീരുമ്പോൾ നിങ്ങളെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞിരിക്കും, അതൊരു സംശയമില്ല. ഞാൻ ഈ സമീപകാലത്ത് വായിച്ചത് ഏറ്റവും ഹൃദയഹാരിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത്. കാരണം ഒരു അമ്മയുടെ മരണം മകനിൽ ഏൽപ്പിച്ച ആഘാതവും അത് പറഞ്ഞറിയിക്കാനാവാത്ത വേദന, അപ്പം ജനലിനപ്പുറത്ത് നിൽക്കുന്ന മകന് ചോറ് വാരി കൊടുക്കുന്ന അമ്മയെന്ന് പറയുമ്പം ഞാനത് വായിച്ച ആ നിമിഷം തന്നെ എൻ്റെ കണ്ണു തുളുമ്പിപ്പോയി. കാരണം അത്രയ്ക്ക് ഞാൻ എന്നിട്ട് ലവ് അമർത്തി എന്തോ ആദരാഞ്ജലിയോ മറ്റോ കൊടുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ നോക്കുകയാണ് ആരൊക്കെയാണ് ലൈക്ക് ചെയ്ത്. നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന ഇടതുപക്ഷക്കാർ കംപ്ലീറ്റ് ലവ് ചെയ്യുകയോ അല്ലെങ്കിൽ കെയർ ചെയ്യുകയോ വൈകാരികമായിട്ട് ആ പോസ്റ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഈ സമീപ ദിവസം എനിക്ക് തോന്നുന്നൊരു 5-6 ദിവസമായി കാണത്തുള്ളൂ രമേശ് ചെന്നിത്തലയുടെ വിവാഹ വാർഷികം, 40ാം വിവാഹ വാർഷികം തോന്നുന്നു. അത് മനോഹരമായൊരു പോസ്റ്റ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. നമുക്ക് ഈ ജോലി കഴിഞ്ഞ് വന്നാൽ നമുക്ക് നേരെ വീട്ടിൽ ചെല്ലാം, നമ്മുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒപ്പം നമുക്ക് സമയം പങ്കിടാം. പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അത് പിണറായി വിജയൻ്റെ ആണെങ്കിലും VD സതീശൻ്റെ ആണെങ്കിലും KC വേണുഗോപാലിൻ്റെ ആണെങ്കിലും ഈ രമേശ് ചെന്നിത്തലയുടെ ആണെങ്കിലും ജീവിതം അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് നഷ്ടമായിക്കൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് തൻ്റെ പങ്കാളി അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളെ ഓർത്ത് ആ 40ാം വിവാഹ വാർഷികമാണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ അത് ഇതുപോലെ തന്നെ മനസ്സിനെ സ്പർശിക്കുന്നൊരു പോസ്റ്റ്. അത് വെച്ചാൽ ആളുകളിലേക്ക് കടവരെ ഇപ്പം എന്താ VD സതീശൻ പുസ്തകം വായിക്കുന്ന VD സതീശൻ, അല്ലെങ്കിൽ വായിച്ചിട്ട് എഴുതിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് മറുപടി പറയുന്ന VD സതീശൻ എന്നുള്ള പരികല്പനകളല്ല അവിടെ ഉള്ളത്. ഇപ്പോൾ KC വേണുഗോപാലിനെ കൂട്ട് ഇപ്പം ലോബിങ് നടത്തിയും KC വേണുഗോപാൽ തന്നെ ഒരു ഹൈക്കമാൻഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയി ഒട്ടിയവരും ഒക്കെ ഉണ്ട് അവിടെ നിൽക്കും. അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മനുഷ്യത്വം തുളുമ്പുന്ന ഇത്തരം ചില കാഴ്ചകളും ചില കേൾവികളും നമുക്കുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷനെയും വളരെ പക്വതയോടെ അതായത് മാധ്യമ പ്രവർത്തകരോട് ഇടപെടുന്ന കാര്യത്തിലായിക്കോട്ടെ. നമ്മൾ രണ്ടുപേരും ബ്യൂറോയിൽ വർക്ക് ചെയ്തവരാണ്. നമ്മൾ ഈ ബൈറ്റ് എടുക്കുമ്പോഴും എത്ര രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങളോടും വളരെ പക്വമായിട്ട് പക്വതയോടെയാണ് അദ്ദേഹം. ഒരിക്കലും നമ്മളെ വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഹാഷായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ തിരിച്ചൊരു ചോദ്യം കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത ഒരാളല്ല. നേതാക്കൾ താങ്കൾ ഏത് ചാനലിൽ അല്ലെ നിങ്ങൾ ഏത് ചാനലിൽ അങ്ങനെ ഒരു ചോദ്യം അന്നത്തെ കാലത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് വ്യക്തിപരമായ ഒരു ഇഷ്ടം, അതായത് പൊളിറ്റിക്കലായി എന്തുകൊണ്ടാണ് ഇപ്പം മുസ്ലിം ലീഗ് VD സതീശന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് VD സതീശനെ ഒരു മുഖ്യമന്ത്രിയായിട്ട് അവരോധിച്ച് കഴിഞ്ഞു. അതെ, മനസ്സിലല്ലേ? അപ്പം KC വേണുഗോപാൽ വേറെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഉമ്മൻചാണ്ടിക്ക് ശേഷം ഈ കോൺഗ്രസിനെ നയിക്കേണ്ടത് UDF-നെ നയിക്കേണ്ടത് രമേശ് ചെന്നിത്തല അല്ലേ എന്ന് മുസ്ലിം ലീഗിന് തോന്നാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഇതല്ലല്ലോ സ്ഥിതി. 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നന്ദിയില്ലാത്ത എന്ന് പറയുകയല്ല, പക്ഷെ നന്ദിയില്ലാത്ത പ്രവൃത്തിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞപ്പോൾ 2021 എന്തായാലും സ്ഥിതി, അന്ന് ഭരണം കിട്ടിയാൽ രമേശ് ചെന്നിത്തലല്ലേ ആവത്തുള്ളായിരുന്നു. തീർച്ചയായിട്ടും 5 വർഷം കൂടെ ഭരണത്തിൽ ഇരിക്കാതെ പോയതിന് ഉത്തരവാദി രമേശ് ചെന്നിത്തലല്ല. അതിന് വേറെ സിനാരിയോ ഉണ്ട്, വേറെ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ കടന്നു ഒരു കാലഘട്ടമായിരുന്നു 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം. അതൊരു പിണറായി വിജയൻ ബോണസ് മാർക്ക് നേടി കൊടുത്തു. എന്തുകൊണ്ട്? പിണറായി വിജയൻ കൃത്യമായി അതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിന് ദക്ഷിണാശാലിയായി
പക്വതയോടെ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ബോണസ് മാർക്കാണ് പിണറായി വിജയൻ 2021 ഭരണ തുടർച്ചയെന്ന് പറയുന്നത്. അതിനകത്ത് രമേശ് ചെന്നിത്തല പങ്കൊന്നുമില്ല. രമേശ് ചെന്നിത്തല ആക്ട് ചെയ്യാഞ്ഞതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതല്ല. അതിന് വേറെ ഒരുപാട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞ് 2026 ആകുമ്പോൾ രമേശ് ചെന്നിത്തല പാടേ അങ്ങ് മറന്നു പോവുക. പാടേ മറന്നുപോയിട്ട് പുതിയൊരാളെ അവരോധിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ ചീഫ് മിനിസ്റ്ററാക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായാൽ ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന് രഹസ്യമായി തന്നെ സന്ദേശം നൽകുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ കെ സി അപ്പുറത്ത് ഇപ്പുണ്ടേ. രമേശ് ചെന്നിത്തല പൂർണ്ണമായും മറന്നുകൊണ്ട് വി ഡി സതീശനിലേക്ക് വരുന്നു. അതിനും വേറെ കാരണങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കടന്നുവരവിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ആഗ്രഹം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പല പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് അവരുടെ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കാം, മാധ്യമം പരിശോധിക്കാം, മീഡിയ വൺ പരിശോധിക്കാം, അവരുടെ വെൽഫെയർ പാർട്ടി നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കാം. അവിടെയെല്ലാം വി ഡി സതീശൻ എന്നാണ് പറയുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി ഉൽപ്പാദിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പിൻപറ്റി മുസ്ലിം ലീഗ് അവതരിപ്പിക്കുന്നതാണ് വി ഡി സതീശൻ എന്ന ഒറ്റ പേര്. അവിടേക്കാണ് നമ്മൾ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുന്നത്. അത് ചിലപ്പം എന്താണ് രാഷ്ട്രീയമാണ്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്ന തരത്തിൽ ആത്യന്തികമായി തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കേസ് വേണി പോലെ. കേരളത്തിലെ ഏത് കൊച്ചു ഒരു കെ എസ് യുക്കാരനെ എടുത്താലും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു KPCC ജനറൽ സെക്രട്ടറി എടുത്താലും അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ്. അപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഗാർഗയും അവിടുത്തെ CWC സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയും സോണിയാഗാന്ധിയും ഒക്കെ അവരുടെയൊക്കെ അഭിപ്രായം തേടുന്ന ഒന്നാണ് ഹൈക്കമാൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെ സി വേണുഗോപാൽ മാത്രമല്ല. അതിനകത്ത് എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക് രമേശ് ചെന്നിത്തല ഒഴിവാക്കി വേറൊരാളുടെ പേര് നിർദ്ദേശിക്കാൻ കഴിയുന്നൊരു ചോദ്യം എനിക്ക് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. ഷാലിന് എന്താ തോന്നുന്നത്? സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ട്, അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന, ഉറ്റ സുഹൃത്തായിരുന്ന, ഒരുമിച്ച് സഞ്ചരിക്കുമായിരുന്ന, എപ്പോൾ ഡൽഹിയിൽ വന്നാലും രാജീവിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ സോണിയാഗാന്ധി മാറ്റി നിർത്തും എന്ന് ഷാലിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസിലൂടെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ഈ ഗാന്ധി കുടുംബമായിട്ടുള്ളൊരു ബന്ധം, അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും സോണിയാഗാന്ധിയിലൂടെ അത് വർക്കൗട്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. കേരളത്തിൽ കോൺഗ്രസ് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയ ഒരു കാലഘട്ടം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായിട്ടിരുന്ന ആ ഒരു കാലഘട്ടം. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ ഇങ്ങനെ വളരെ ജനകീയനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ രമേശ് ചെന്നിത്തല അടങ്ങിയിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റേതായിട്ടുള്ളൊരു പരിപാടിയുമായിട്ട് അദ്ദേഹം മുമ്പോട്ടിറങ്ങി. അതായത് ഗാന്ധി ഗ്രാമം പരിപാടിയിലൂടെ അദ്ദേഹം വളരെ ജനകീയനായി. അതായത് പിന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ചെന്ന്, ഏതെങ്കിലും എല്ലാ ജില്ലകളിലെ ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ അവരോടൊപ്പം സമയം ചിലവഴിച്ച് അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, പരിവേദനകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ആ ഒരു ഗ്രാമത്തെ മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഗാന്ധി ഗ്രാമ പരിപാടി. അത്തരമുള്ള പരിപാടികളിലൂടെയൊക്കെ രമേശ് ചെന്നിത്തല വളരെ ജനകീയനാകുകയും താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും അദ്ദേഹം ശ്രമം ഉണ്ടായി. ഇത്തരത്തിലുള്ള അനുഭവ സമ്പത്തും പരിചയവും എല്ലാം ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ഞാൻ ഷാലിനോട് ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഈ 3 പേരെയും പരിശോധിക്കുമ്പോൾ അതിനകത്ത് എനിക്കൊന്ന് 28 30 ആ പ്രായത്തിലാണ് ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല മന്ത്രിയാവുന്നത്. അതിനുശേഷം പിന്നീട് അവസാനമായിട്ട് മന്ത്രിയാവുന്നത് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിട്ടാണ് അവസാനം. അതിനിടയ്ക്ക് പലതവണ ഞങ്ങളുടെ അടക്കം MP ആയിരുന്നു, കോട്ടയത്ത് MP ആയിരുന്നു, പിന്നെ മാവേലിക്കര MP ആയിരുന്നു. ഒരു തവണയൊക്കെ ഒന്ന് CS സുജാത മാത്രമാണ് ഒരു തവണ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കി എല്ലാ സമയങ്ങളിലും വിജയമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം കൂടിയാണ്, കാരണം കോൺഗ്രസ് അധികാരത്തിലുള്ള കാലഘട്ടം കൂടിയാണ്. അതിനുശേഷവും ഇപ്പം പണ്ട് ട്രോളുകളിലൊക്കെ, ഇപ്പം അത് അധികമില്ല, പണ്ട് ട്രോളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ RSSുമായി സംഘപരിവാറുമായി ബന്ധമുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. ട്രോളുകൾ ഉണ്ടാക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ട്രോൾ മെറ്റീരിയൽ ഇപ്പം ഇല്ല. എന്തുകൊണ്ടാണ്?
അതിനകത്തൊരു കഥയില്ലെന്നുള്ളത് ഈ ട്രോൾ എല്ലാവർക്കും ചെയ്യുന്നവർക്ക് പോലും മനസ്സിലായി. വ്യക്തമായി. അതെ, കാരണം രമേശ് ചെന്നിത്തല ഒരിക്കലും സംഘപരിവാറിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല. അല്ല. ഞാൻ മനസ്സിലാക്കിയ രമേശ് ചെന്നിത്തല, കാരണം ഞാനത് ചില ആളുകളിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ആ നാട് എനിക്ക് കുറച്ചുകൂടെ സുപരിചിതമായ നാടാണ്, എൻ്റെ ചില ബന്ധുമിത്രാദികളൊക്കെയുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരം അന്വേഷണങ്ങൾ ഒരിക്കലും RSSുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളല്ല രമേശ് ചെന്നിത്തല. അങ്ങനൊരു പരിചയം, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അനുഭവം അയാളുടെ ജീവിതത്തിൽ ഇല്ല. അപ്പം അങ്ങനൊരു നേതാവിനെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും RSS ചാപ്പ് കുത്തുന്നതെന്ന് ട്രോള് ചെയ്യുന്നവർക്ക് തന്നെ തോന്നി തുടങ്ങി. അതുകൊണ്ട് ആ ട്രോൾ അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ VD സതീശനെ കുറിച്ചാണെങ്കിൽ എന്തുവാ ഈ RSSൻ്റെ പരിപാടിയിൽ പോയി ഇത്ര 90 ഡിഗ്രി കുനിഞ്ഞ് എന്ന് വിളക്ക് കൊളുത്തി എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ കുറിച്ച് അങ്ങനെ ആക്ഷേപമില്ല. ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ചാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കൊടുത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം എവിടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ടോ അവിടങ്ങളെ കൂടുതലും തോറ്റുപോയ ചരിത്രമേ ഉള്ളൂ. ജയിച്ച ചരിത്രം വളരെ കുറവാണ്. ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ മുഴുവൻ KC വേണുഗോപാലിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്. പലരും BJPയിൽ പോയിട്ടുണ്ട്. ഒന്നിൽ ഭരണം പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ BJP പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണത്തിൽ വന്നതിന് ശേഷം BJPയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും KC വേണുഗോപാൽ ഇതിൻ്റെ അഖിലേന്ത്യാ നേതൃ പദവിയിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ വാനോളം നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉള്ളത്. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ, രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ വേണമെങ്കിൽ ചെന്നിത്തലയെ തള്ളിക്കളയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഹൈക്കമാൻഡ് യോഗം കൂടുമ്പം അവിടെ സോണിയാഗാന്ധിക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അങ്ങനെ തള്ളിക്കളഞ്ഞാൽ അത് അവരോട് തന്നെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടായിട്ട് അവർക്ക് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ടേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല മാറി നിന്നുകൊണ്ട് കേരളത്തിലൊരു ഒരു 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 UDF സർക്കാർ എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം കാണുന്ന ഒന്നല്ല. ഇപ്പം ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാബിനറ്റ് പദവികളൊന്നും വേണ്ട എന്നുള്ളതാണ് VD സതീശൻ്റെ നിലവിലുള്ള നിലപാട്. അതായത് അദ്ദേഹം ഇതൊരു മന്ത്രിയായിട്ടില്ല, MLAക്ക് അപ്പുറം വേറൊരു പദവിയിൽ ഇരുന്നിട്ടില്ല. പിന്നെ ആ കിട്ടുന്ന ഓപ്പോസിഷൻ ലീഡർ എന്ന പദവിയാണ്. ഓപ്പോസിഷൻ ലീഡറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ VSൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. എന്ന് പറഞ്ഞാൽ പോലും മന്ത്രിയാവാതെ മുഖ്യമന്ത്രിയാകുന്ന ഒരു ഒരു പ്രവണതയുണ്ട് അവിടെ. അപ്പോൾ അതിനേക്കാൾ നല്ലത് പരിചയസമ്പന്നനായ, നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, ചെറിയ പ്രായത്തിലെ മന്ത്രിയായ, കേന്ദ്രത്തിൽ MP ആയി പോയ, കേന്ദ്ര നേതൃത്വങ്ങൾ വഹിച്ച ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. എന്നാൽ രമേശ് ചെന്നിത്തല പോലെ അതിപരിചയ സമ്പന്നനായ ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് VD സതീശനെ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ചേരുന്ന നാടകം എന്ന് പറയുന്നത്, അത് ഞാനിപ്പോൾ പറയുന്നത്, അത് ഇപ്പോൾ മുറിവേൽപ്പിക്കുന്നില്ലെങ്കിലും കേരളത്തിൻ്റെ മതേതര ഘടനയെ ഇന്നല്ലെങ്കിൽ നാളെ മുറിവേൽപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമായ സംഗതി. അത് അത്രത്തോളം ഷാലു അതിനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനെയൊക്കെ എല്ലാ സമുദായങ്ങളെയും, എല്ലാ ജാതി സമുദായ സമവാക്യങ്ങളെയും ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇത്തരം രാഷ്ട്രീയം പറയുന്ന ആളല്ല എങ്കിൽ കൂടിയും ഇതിനെ കൊണ്ടുപോകാനുള്ള കഴിവ് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അത് ഇവരെക്കാളും ഉണ്ട്. കാരണം ഒരാളുടെ മുഖം തിരിച്ച് നിൽക്കാതെ എവിടെയും കയറി ചെല്ലാൻ അനുവാദം ചോദിച്ച് കാത്തു നിൽക്കേണ്ട ആളല്ല രമേശ് ചെന്നിത്തല. എവിടെയും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയിലേക്ക് കോൺഗ്രസ് ഫോക്കസ് ചെയ്യാത്തതിലുള്ള അത്ഭുതമാണ് എനിക്ക് ഈ നിമിഷം ഷാലിനോട് പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂറുമാറി മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം വെല്ലുവിളിയാണ്? അല്ല, ഞാനതിനകത്ത് മനസ്സിലാക്കുന്നത്, ഈ കോൺഗ്രസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോൺഗ്രസിനകത്ത് പുതിയ നേതൃത്വ തലങ്ങൾ ഉണ്ടായി വരുന്നത് വളരെ പെട്ടെന്നാണ്. അവിടേക്ക് ആളുകൾ ഒഴുകിപ്പോകുന്നതും വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ അജയ് തറയിലിനെ പോലെ, ജോസഫ് വഴക്കലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, പെട്ടെന്ന് KC അനുകൂലികളായിട്ട് മാറുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞാൽ K സുധാകരൻ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലൊരു വലിയ അടിയൊഴുക്ക് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. റിയാലിറ്റിയാണ്, അതൊരു ഫാക്റ്റാണ്. അത് നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. മത്സരിച്ച ആളുകളോ, അല്ലെങ്കിൽ പുതുതായി നിലവിൽ മത്സരിച്ച ആളുകൾ വീണ്ടും മത്സരിച്ചവരോ, അല്ലെങ്കിൽ പുതുതായി മത്സരിച്ചവരോ ഒക്കെയും KC വേണുഗോപാലിൻ്റെ ആളുകളാണ്. അവിടെയാണ് VD സതീശന് പരിഭ്രമം ഉണ്ടാകുന്നത്.
തൻ്റെ കൂടെ കൈവക്കാൻ കൂടുതൽ MLA ഉണ്ടാകുമെന്നുള്ളത്. വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടെ കൈ കോർത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ രൂപപ്പെടാവുന്നതാണ്. VD സതീശൻ ആഭ്യന്തരമന്ത്രി ആയിക്കൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നതോ ഒക്കെ കാണാവുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയിൽ കുറഞ്ഞൊരു പദവിയും വേണ്ട എന്നുള്ളതാണ് VD സതീശൻ ക്യാമ്പ് പറയുന്നത്. കാരണം അങ്ങനെയാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. KC വേണുഗോപാൽ എന്നാൽ എല്ലാത്തിനും നിഷേധിക്കുകയാണ്. തനിക്കൊന്നും വേണ്ട, താനല്ല, അത് പിന്നീട് സംസാരിക്കാം, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഇതൊന്നും ചർച്ചയാക്കേണ്ട സമയം ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആളെ കൂട്ടുന്നതിൽ ഒട്ടും പിന്നിലല്ല. ആളെ കൂട്ടുന്നതിൽ രഹസ്യമായിട്ട് പല ടാക്ടിക്സ് ഉപയോഗിച്ച് ആളെ കൂട്ടുന്നതിൽ ബഹുമെടുക്കാനാണ് KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സൈഡിൽ കൂടെ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്ന നിലയ്ക്ക് VD സതീശൻ വരുന്നു. ഒരു സൈഡിൽ കൂടെ KC വേണുഗോപാൽ, പ്രാദേശിക നേതാക്കൾ, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയവർ, പഞ്ചായത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയവർ, നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കിട്ടും എന്നതിലേക്ക് KC വേണുഗോപാലിൻ്റെ കൂടെ പോകുന്ന ആളുകൾ. ഇതിനൊപ്പം ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ശരിക്കും രമേശ് ചെന്നിത്തലയെ കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഹരിപ്പാടുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേരത്തോട്ട് ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല ആളുകളും ഇപ്പോഴും അടിയുറച്ചു നിൽക്കണം. അവരൊന്നും ഇളകിയിട്ടില്ല, കല്ല് പോലെ അവർ നിൽക്കുകയാണ്. പക്ഷേ ഈ സിനാരിയോയിൽ നമ്മൾ രമേശ് ചെന്നിത്തല ഒറ്റപ്പെട്ടു പോകുന്നൊരു വ്യക്തിത്വമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്യുന്നു. ഏത് മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയാലും അവനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രാഷ്ട്രീയം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിലുടനീളം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് ഇപ്പോൾ KC വേണുഗോപാലിനോട് എനിക്ക് നേരിട്ടറിയാവുന്ന ആളല്ല, എന്തെങ്കിലും ശത്രുത ഉണ്ടായതുകൊണ്ടോ, VD സതീശൻ എനിക്ക് നേരിട്ടറിയത്തില്ല, എന്തെങ്കിലും ശത്രുത ഉണ്ടായതുകൊണ്ടോ അല്ല. പക്ഷേ ഇവർ 3 പേരിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മികച്ചവനായ ഒരാളെ വളരെ ബോധപൂർവം മാറ്റി നിർത്താൻ ഏതൊക്കെയോ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയേണ്ടി വന്നത്. കാരണം അത് പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർ എന്ന നിലയ്ക്ക് ആ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന ആത്മവഞ്ചനയായി പോകുന്നത് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഷാനോസ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കാതിരുന്നാൽ കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന ഏറ്റവും നീതിരഹിതമായ നടപടികളിൽ ഒന്നായിരിക്കും. എന്തായാലും മെയ് 4 അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളും ഈ ചർച്ചയ്ക്ക് ഒരു അന്തിമ വിധി കൽപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.